ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കണ്ണൂക്കാരുടെ സ്പെഷ്യൽ അപ്പായിട്ടുള്ള കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒട്ടുമിക്ക ആളുകളും കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം വൈറ്റ് കളറിലും താഴ്ഭാഗത്ത് ബ്രൗൺ കളറായിട്ടാണ് ഉണ്ടാവാറുള്ളത്. ചില ആളുകൾക്കൊക്കെ ഉള്ള പ്രോബ്ലം എന്താ വെച്ചാൽ അത് നമ്മൾ വീട്ടിൽ ചുട്ടെടുക്കുന്ന ടൈമിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് മുകൾ ഭാഗം വൈറ്റിലും താഴ്ഭാഗത്ത് ബ്രൗൺ ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അരി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പോളം പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാ പച്ചരി, നമ്മൾ ദോശയും വെള്ളപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പച്ചരി അല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്ക് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫാക്കിയിട്ട് എടുത്താൽ മതി എല്ലാ മെഷർമെൻറ്റും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടൊക്കെ വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത്. അതുവരെ ഇതൊന്ന് അടിച്ച് വെക്കാം. ഇപ്പോൾ അത് 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ നല്ല പോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 1.5 കപ്പോളം ചോറാണ്. അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് കളറുള്ള ചോറ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. മട്ടേരിയൊക്കെ എടുത്താൽ നമുക്ക് ആ ഒരു വൈറ്റ് കളർ കിട്ടൂലേ നമ്മുടെ ആ ഒരു കണ്ണൂരപ്പത്തിന്. അതുകൊണ്ടാണ് വൈറ്റ് കളറിൽ തന്നെ നോക്കിയെടുക്കുക. ഇനിയിപ്പോൾ എത്രത്തോളം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഹാഫാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. 1 കപ്പാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് ചോറ് അങ്ങനെ എടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് 1/2 കപ്പോളം മൈദയാണ്. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ 1.5 കപ്പോളം പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. വീട്ടിൽ അത്രത്തോളം മധുരം അങ്ങ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത്ര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 5 അല്ലെങ്കിൽ 6 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു കണ്ണൂരപ്പത്തിൽ ഏലക്കായുടെ ടേസ്റ്റൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വലിയ മിക്സിയൊക്കെ ഉണ്ട്, മിക്സിയുടെ ജാറാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2-3 ബാച്ചാക്കിയിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വലിയ പാത്രത്തിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈസ്റ്റ് കയ്യിലില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ്റ്റിന് പകരം ഇതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അത് ഏത് ടൈമിലാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത് ഞാൻ പറയുന്നില്ല. നമ്മളിങ്ങനെ അരച്ച് കഴിഞ്ഞിട്ട് ആ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ബാച്ചാക്കിയിട്ടാണ് ഞാനിതൊന്ന് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു അരിയും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നിച്ചങ്ങ് അരച്ച് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ 3 ആക്കിയിട്ട് അരച്ചെടുക്കുന്നത്. വലിയ ജാറാടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ടങ്ങ് അരച്ചെടുത്താലും മതി. ഇനി അതിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അത് ലാസ്റ്റ് ബാച്ചും അരച്ചതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ജോയിൻ്റ് ആയിട്ട് വരട്ടെ എല്ലാം. അപ്പോൾ ഇതാ മാവ് ഞാൻ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ. നമ്മൾ ദോശക്കൊക്കെ അരച്ചെടുക്കുന്ന മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു രീതിയിലാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതൊരു 8 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ രാത്രിയിൽ അരച്ചിട്ട് രാവിലെ ചുട്ടെടുക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിനാണെന്നുണ്ടെങ്കിൽ രാവിലെ അരച്ച് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കിന് ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ട് വരും. അപ്പോൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ വെക്കാം. അതിന് ശേഷം എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതാ 8 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേന് ഏകദേശം ഇങ്ങനെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒന്നാമത് ഈ ഒരു മഴൻ്റെ ടൈം ആയതുകൊണ്ട് വല്ലാണ്ടൊക്കെ ചൂടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങി വരാൻ ചാൻസ് ഇല്ല. അതിപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്രയെങ്കിലും പൊങ്ങി വന്നിട്ടുള്ളത് കേട്ടോ. ചൂട് കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
അതിൻ്റെ മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഉപ്പും കൂടി ഈ ഒരു ടൈമിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ പൊങ്ങി വന്നിട്ട് അതിൻ്റെ ഒരു പതപ്പ് ഉണ്ടാവുമല്ലോ, അത് പോകുന്നവരെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടിങ്ങനെ ശരിയായിട്ട് കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായി ആ ഒരു പതപ്പ് അങ്ങ് പൊയിച്ചെടുക്കണേ. അങ്ങനെ ആകുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈസ്റ്റ് ആഡ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ആ ഒരു പതപ്പൊക്കെ കളഞ്ഞിട്ട് എടുക്കണം ഇതുപോലെ. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ പാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കുഴിയിലും 3/4 മുകളിൽ കണ്ടിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളത്. ഫുൾ ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് ചൂടാക്കി എടുക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു കളർ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ തവിയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു തവി വെച്ചിട്ട് 2 കുഴിക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിന് വെക്കുക, കൂട്ടിയിടാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ താഴ്ഭാഗം പെട്ടെന്ന് തന്നെ അങ്ങ് കളറ് മാറിയിട്ട് പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ഒഴിച്ചൊരു 15 സെക്കൻഡൊക്കെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ കളറ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു പെട്ടെന്ന് ഇപ്പോൾ അതിൽ മാവൊക്കെ അങ്ങനെ ഒഴിഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല. പെട്ടെന്ന് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മുകൾ ഭാഗം ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. താഴ്ഭാഗം മാത്രമേ നമ്മളിനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുള്ളൂ. ആ ഒരു ഇതുകൊണ്ട് തന്നെ താഴ്ഭാഗം മുകൾ ഭാഗമൊക്കെ നല്ല പോലെ കുക്കായിട്ട് വരും. ഇപ്പോൾ അതാ ഏകദേശം ഇങ്ങനെ താഴ്ഭാഗമൊക്കെ കളർ ചേഞ്ച് ആയിട്ട് നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ അതിൽ നിന്ന് അങ്ങ് ഇതുപോലെ അങ്ങ് എടുത്താൽ മതി കേട്ടോ. അതേപോലെയൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല വലിപ്പം ഉണ്ടാവും. ഇത് നമ്മൾ ഓരോ ഉണ്ണിയപ്പത്തിൻ്റെ പാനിൻ്റെ ആ ഒരു കുഴി ഉണ്ടല്ലോ, അതിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ സൈസിൽ മാറ്റങ്ങൾ വരും. ഇതിപ്പോൾ അത്ര വലിപ്പമൊന്നുമില്ല, ചെറിയ ടൈപ്പ് കുഴി ആയതുകൊണ്ടാണ് ഈ ഒരു സൈസിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാച്ചൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓയിൽ കമ്മിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ. ഒരു 2-3 ട്രിപ്പ് എന്തായാലും ഫ്രൈ ചെയ്യാനുള്ളത് നമ്മൾ ഫസ്റ്റ് ഒഴിച്ച ഓയിൽ തന്നെ ഉണ്ടാവും. കമ്മിയായിട്ട് വന്നാൽ പെട്ടെന്ന് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് വേണ്ട മാവ് ഒഴിച്ച് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മറിച്ചിടുമ്പോഴൊന്നും അങ്ങനെ ഒരു കറക്റ്റ് ഷേപ്പൊന്നും കിട്ടില്ല. അപ്പോൾ പ്രത്യേകം നോക്കണേ. ഇനി ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലെയിം കൂടി പോകാനും പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ കളറൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് നെക്സ്റ്റ് ട്രിപ്പും ഞാൻ അതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂരപ്പം മൊത്തം ഞാൻ ഫ്രൈ ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈറ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഉടനെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.